നമസ്കാരം. ടാറ്റ ഗ്രൂപ്പിന് കീഴിലെ ടാറ്റ ഇലക്ട്രോണിക്സിന് മൊത്തം 91,000 കോടി രൂപ നിക്ഷേപത്തോടെ ഒരുക്കുന്ന സെമി കണ്ടക്ടർ പ്ലാന്റുകളിലൊന്ന് സ്ഥാപിക്കുന്നത് കേരളത്തിലാണ്. ഗുജറാത്തിലെ ധൊലേറയിലാണ് പദ്ധതിയുടെ ഭാഗമായുള്ള പ്രധാന പ്ലാന്റ് ഉള്ളത്. അനുബന്ധ പ്ലാന്റുകൾക്കാണ് കേരളം ഉൾപ്പെടെ ഏതാനും സംസ്ഥാനങ്ങൾ സാക്ഷിയാകാൻ പോകുന്നത്. അസമിലും കേരളത്തിൽ മലപ്പുറത്തെ ഒഴൂരിലുമാണ് പ്ലാന്റുകൾ ആലോചിക്കുന്നതെന്ന് ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ എൻ ചന്ദ്രശേഖരൻ ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യങ്ങളോട് ശരിവെച്ച് സംസ്ഥാന വ്യവസായ മന്ത്രി പി രാജീവ് പ്ലാന്റ് സ്ഥാപിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അസം, കേരളം എന്നിവയ്ക്ക് പുറമെ മറ്റ് ചില സംസ്ഥാനങ്ങളും പദ്ധതിയിലുണ്ട്. തായ്വാൻ സെമി കണ്ടക്ടർ നിർമ്മാണ കമ്പനിയായ പവർ ചിപ്പ് മാനുഫാക്ചറിംഗ് സെമി കണ്ടക്ടർ കമ്പനിയുമായി ചേർന്നാണ് ഇന്ത്യയിലെ ആദ്യ സെമി കണ്ടക്ടർ പ്ലാന്റിന് ടാറ്റ ഗുജറാത്തിൽ തുടക്കമിടുന്നത്. നേരിട്ടും പരോക്ഷമായും 20,000 വിദഗ്ധ തൊഴിലാളികൾക്ക് ഇവിടെ ജോലി ലഭിക്കുമെന്നാണ് പറയുന്നത്. 5 വ്യത്യസ്ത ടെക്നോളജിയിൽ അധിഷ്ഠിതമായിരിക്കും ധൊലേറയിലെ മെഗാ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ ഫെസിലിറ്റി എന്ന് എൻ ചന്ദ്രശേഖരൻ പറഞ്ഞിരുന്നു. ഇന്ത്യയിലെ ആദ്യ AI അധിഷ്ഠിത നൂതന ഗ്രീൻഫീൽഡ് ഫാബുമായിരിക്കും ഇത്. ഇതിനുള്ള രൂപകൽപ്പനയും നിർമ്മാണ പിന്തുണയും PCMC ലഭ്യമാക്കും. ഡാറ്റ അനലിറ്റിക്സ്, മെഷീൻ ലേണിംഗ് എന്നിവയിലും അധിഷ്ഠിതമായ പ്ലാന്റിന് വർഷം വിവിധ മേഖലകൾക്ക് കരുത്തേകുന്ന മൾട്ടി ഫാബ് പദ്ധതിയാണ് ടാറ്റ ഉന്നമിടുന്നത്. ഇതുവഴി 1 ലക്ഷം വിദഗ്ധ തൊഴിലാളികൾക്കും തൊഴിലവസരം ലഭിക്കുമെന്നും ചന്ദ്രശേഖരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ടാറ്റ ഗ്രൂപ്പുമായി ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നാണ് മന്ത്രി പി രാജീവ് പറയുന്നത്. വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ 1ാം റാങ്ക് അലങ്കരിക്കുന്ന കേരളത്തിന് ഇത് വലിയ നേട്ടമാകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അടുത്ത വർഷത്തിന്റെ തുടക്കത്തിൽ ആഗോള നിക്ഷേപ സംഗമം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേരളം. ഇതിനു മുന്നോടിയായുള്ള റോഡ് ഷോകളിൽ വിവിധ മേഖലയിലെ കമ്പനികളിൽ നിന്നും വലിയ താല്പര്യമാണ് കേരളത്തിന് ലഭിക്കുന്നത്. സംസ്ഥാനത്ത് ഓട്ടോമോട്ടീവ് ടെക്നോളജി അനുബന്ധ പ്ലാന്റ് സ്ഥാപിക്കാനായി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുമായും ചർച്ചകൾ തുടരുകയാണെന്ന് മന്ത്രി പറഞ്ഞിരുന്നു. നിലവിലെ മികവ് നിലനിർത്തി മുന്നോട്ട് പോകാനാണ് ശ്രമം. 10-15 വർഷത്തിനകം കേരളം മുൻനിര ഹൈടെക് ഹബ്ബായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. വാഹന നിർമ്മാണം, കാർഷികോപകരണങ്ങളുടെ നിർമ്മാണം, വ്യാപാരം, ലോജിസ്റ്റിക്സ്, വിവരസാങ്കേതിക വിദ്യ, ധനകാര്യ സേവനങ്ങൾ എന്നീ രംഗങ്ങളിലെ അതികായകന്മാരായി അറിയപ്പെടുന്ന മഹീന്ദ്ര ഗ്രൂപ്പിന്റെ ഒരു അനുബന്ധ സ്ഥാപനമാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ലിമിറ്റഡ്. സ്പോർട്സ് യൂട്ടിലിറ്റി വാഹന നിർമ്മാതാക്കളിൽ ഇന്ത്യയിൽ 1ാമത് നിൽക്കുന്ന സ്ഥാപനമാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര. പ്രാരംഭഘട്ടത്തിൽ വിവിധോദ്ദേശ വാഹനങ്ങളുടെ നിർമ്മാണം ലക്ഷ്യമിട്ട മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഇന്ത്യയിലെ വില്ലി ജീപ്പിന്റെ ലൈസൻസിൽ വാഹനങ്ങളുടെ അസംബ്ലിങ്ങിലൂടെയാണ് അറിയപ്പെട്ടു തുടങ്ങിയത്. പിന്നീട് സ്ഥാപനം വ്യാപാര ആവശ്യത്തിനുള്ള ലഘുവാഹനങ്ങളും കാർഷിക ആവശ്യത്തിനുള്ള ട്രാക്ടറുകളും നിർമ്മിക്കുന്ന അതിന്റെ ശാഖ തുറന്നിരുന്നു. സൈനിക വാഹനങ്ങളും ട്രാക്ടറുകളും നിർമ്മിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് ആഗോള വിപണിയിലെ വമ്പൻ വാഹന നിർമ്മാതാക്കളായി ദ്രുതഗതിയിലായിരുന്നു മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ലിമിറ്റഡിന്റെ വളർച്ച.